എല്ലാവർക്കും ഡേ 3 വാരാഹി പൂജ മോർണിംഗ് ആൻഡ് ഈവനിങ് പ്രയറിലേക്ക് സ്വാഗതം. ക്ലാസ്സിലെ 2 വീഡിയോസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ മന്ത്രം എല്ലാം വളരെ കൃത്യമായി എല്ലാവരും ജപിക്കാറുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ സന്തോഷമുണ്ട്. അതുപോലെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും നിങ്ങളുടെ നെയ്ബേഴ്സിനായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ. സോ എല്ലാവരും ഇതിനകത്ത് പേര് നക്ഷത്രവും ആവശ്യവും അടങ്ങുന്നത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രയറിന് 2 പ്രത്യേക തരത്തിലുള്ളൊരു പ്രയറാണ് അല്ലെങ്കിൽ മന്ത്രമാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ജപിക്കേണ്ടതാണ്. മന്ത്രം ജപിക്കുന്നതിന് പ്രത്യേക നിഷ്ഠകളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ദേവിയോടുള്ള വിശ്വാസമാണ് ഏറ്റവും വലുത്. പ്രത്യേക പൂജകളോ നിഷ്ഠകളോ ഇല്ലാത്ത ഒരു ഭഗവതിയാണ് വാരാഹി ദേവി. വാരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കാര്യം നടന്നു തന്നെ കിട്ടും. ഒരുപാട് പേര് അനുഭവം, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല കേട്ടോ. ഈ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ ഞാനൊരു പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പല കാര്യങ്ങളും നടന്നു കിട്ടിയിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹത്താൽ. നമ്മളെ മാക്സിമം എല്ലാവരും കരിവാരിത്തേക്കുവാനും അതുപോലെ തന്നെ പല രീതിയിലും നമ്മളെ മോശമായി ചിത്രീകരിക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ പാരൻസ്, നമ്മുടെ ഹസ്ബൻഡ്, എന്താ പറയുക, നമ്മളെ ആ ഒരു കൂട്ടം നമ്മൾ വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആരെയും ഭയക്കുന്ന കാര്യമില്ല അല്ലേ. നമ്മുടെ കൂടെ 24 മണിക്കൂറും നമ്മുടെ കൂടെ ദേവിയും നമ്മുടെ വിശ്വസിക്കുന്ന കുറച്ച് പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ വരും. ബാക്കി ഏതൊരു ശത്രുക്കളായാലും അല്ലെങ്കിൽ നമ്മളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയായാലും അവർക്ക് തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളിലും ആരെങ്കിലും ഇതുപോലെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ദേവിയുടെ മന്ത്രം കറക്റ്റ് നല്ല രീതിയിൽ വിശ്വാസത്തോടു കൂടി ജപിക്കും. ഉറപ്പായിട്ടും അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തും, നമ്മളിൽ നിന്നും അകറ്റും. ദുഷ്ടരെ നിഗ്രഹിക്കാൻ ശക്തിയുള്ള ദേവിയാണ് വാരാഹി ദേവി. രാത്രി സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വളരെ നല്ല അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്നാണ് അനുഗ്രഹം കിട്ടുക. അതുകൊണ്ട് രാത്രി ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് ആ ഒരു സമയം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകൽ ജപിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ടബിൾ ടൈം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് ജപിക്കാം. അതിനൊന്നും യാതൊരു തടസ്സവുമില്ല കേട്ടോ. അപ്പോൾ ദേവിയുടെ മന്ത്രം കുട്ടികളെ കൊണ്ട് ജപിക്കാൻ പറയുന്നതും വളരെ നല്ലതാണ്. ചെറിയ കുട്ടികളിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് പഠിക്കാനുള്ള ഒരു അതായത് ഇഷ്ടമില്ലായ്മ, അതുപോലെ തന്നെ പല രീതിയിലുമുള്ള ഒരു വാശി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാനും, അതുപോലെ രോഗശമനം, തൊഴിൽ ലഭ്യത, സന്താന ലഭ്യത, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ സാധിച്ച് നമ്മളൊരു വരം ആഗ്രഹിച്ച് നമ്മുടെ ദേവിയെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേവി അത് ഉറപ്പായിട്ട് നടത്തി തരും. അത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. ദേവിയുടെ മന്ത്രം ഏതാണെന്നുള്ളത് ഞാൻ ചുവടെ കൊടുത്തിട്ടുണ്ട്. അത് 21 തവണയാണ് ജപിക്കേണ്ടത്. വീഡിയോ മുഴുവൻ കാണാതെ പകുതി വരെ കേട്ടിട്ട് നിങ്ങൾ മന്ത്രം ജപിക്കരുത്. അതിങ്ങനെ എടുത്തു പറയുന്നു. ഈ ഓരോ വീഡിയോസും ഇടുന്നത് ഇപ്പോൾ ഡേ 1 മുതൽ ഡേ 11 വരെയുള്ള പ്രയറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡേ 1 മുതൽ ഡേ 11 വരെയുള്ള, അത് മാത്രമല്ല ഇനിയുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ വാച്ച് ചെയ്യുക. ദേവിയെ പ്രത്യേകിച്ച് ദേവിയുടെ അമ്പലം ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമാണുള്ളത്. വളരെ ഫേമസ് ആണ്. അവിടെയാണെങ്കിൽ നവദീപവും നാളികേര വിളക്കുമാണ് സാധാരണ വഴിപാടായിട്ട് വെക്കുന്നത്. ഒന്ന് നവദീപം എന്ന് പറഞ്ഞാൽ ദുർഗാദേവിയുടെ നടയിലും, നാളികേര ദീപം വാരാഹി അമ്മയുടെ നടയിലുമാണ് വെക്കുന്നത്. ചുറ്റമ്പലം ചുറ്റി നമ്മൾ ദുർഗാദേവിയുടെ നടയിലാണെന്നുണ്ടെങ്കിൽ നവദീപം 3 തവണ ആരതി ഒഴിഞ്ഞ് ആ കാര്യം മനസ്സിൽ വിചാരിച്ച് ചുറ്റമ്പലം ചുറ്റി വന്ന് ദുർഗാദേവിയുടെ നടയിൽ അത് സമർപ്പിക്കും. അത് കഴിഞ്ഞ് നാളികേര ദീപം 3 തവണ വാരാഹി അമ്മയുടെ നടയിൽ ആരതി ഒഴിഞ്ഞ് ആ കാര്യം മനസ്സിൽ വിചാരിച്ച ശേഷം നമ്മൾ ചുറ്റമ്പലം മൊത്തം ചുറ്റി വാരാഹി അമ്മയുടെ നടയിലേക്ക് സമർപ്പിക്കുന്നു. അപ്പം ഈ ഒരു വഴിപാട് 21 ദിവസം തുടർച്ചയായി ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ, ഉറപ്പായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. അത് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ധ്യാനിക്കുക. അതുപോലെ അല്ലെങ്കിൽ പൂജയായിട്ട് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ദേവിയുടെ ഒരു പടം വെച്ചിട്ട് സാധാരണ വിളക്ക് കത്തിച്ചിട്ട് അതിൽ പ്രാർത്ഥിച്ചാലും മതി. ഡെയിലി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതൊരു ശീലമാക്കി എടുക്കുക കേട്ടോ.
ഇപ്പോൾ കംഫർട്ടബിൾ ടൈം ഏതാണോ നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാം. അതല്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് രാത്രി ജപിക്കാവുന്ന ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള സമയം ഏതാണോ ആ ഒരു സമയം. ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടോ ആക്കിയിട്ടോ ഒരു കാര്യമില്ലല്ലോ, അല്ലേ? അത് ഞാൻ പറയാതെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാതെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ പല രീതിയിലുള്ള വിഷമങ്ങളും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? അപ്പോൾ നമ്മളെ അതിൽ നിന്നും നമുക്ക് അതിനുള്ള സഹായശക്തി, അല്ലെങ്കിൽ നമ്മളെ അതിൽ നിന്നും ചേർത്ത് പിടിച്ച് നമ്മളെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു ശക്തി നമുക്ക് ദേവിയിൽ നിന്നും കിട്ടും. ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. മനമുരുകി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. ദേവിയുടെ അനുഗ്രഹം കിട്ടും ഉറപ്പാണ്. ദേവിയുടെ അനുഗ്രഹം ലഭിച്ച് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പം എനിക്കത് നിങ്ങളിൽ എത്തിക്കാൻ പറ്റണം മാക്സിമം. അത്രേ ഉദ്ദേശമുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയതായിട്ട്. അപ്പോൾ അതുകൊണ്ടായി പറയുന്നത്. ഓം ഘോടാനനായ നമഃ. ഓം ഘോലമുഖ്യൈ നമഃ. 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 ഓം
घोडाननाय नमः। ॐ घोलमुख्यै नमः। ॐ 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 घोडाननाय नमः। ॐ घोलमुख्यै नमः।